ഹായ് ഡിയേഴ്സ്, എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നേ. എഡിറ്റ് ചെയ്യാൻ ലേറ്റ് ആയതായിരുന്നു. എന്താ പറയാ, ഒരുപാട് സന്തോഷം തന്നൊരു ദിവസമായിരുന്നു ഇത്. ഒരു പൂ തേടി പോയപ്പോൾ ഒരു പൂക്കാലം കിട്ടിയെന്ന് പറയില്ലേ, അതായിരുന്നു അവസ്ഥ. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചൊന്ന് ഇറങ്ങിയതാ. എപ്പോഴും പോയിട്ടുള്ള റെസ്റ്റോറൻറ്റിലൊന്നും പോകണ്ട, പുതിയ ഒരെണ്ണം നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോടൊന്ന് അന്വേഷിച്ചതാണ്. അപ്പോഴാണ് ഈ ഒരു സ്പോട്ട് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. പക്ഷെ ചെന്നപ്പോഴാണ് അറിയുന്നത് നമ്മളുടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ വള്ളത്തിലായിരുന്നു കയറി പോകുന്നത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മളൊരു ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയിട്ട് ഒരു വലിയ ട്രിപ്പ് കഴിഞ്ഞ് വന്നൊരു ഫീലായിരുന്നു ശരിക്കും. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അകത്ത് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞു സീ ഫുഡിൻ്റെ പ്ലാറ്റർ ആയിരിക്കും നല്ലത്, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും, ആ സമയത്തിന് നിങ്ങൾ ഫ്രണ്ടിൽ പോയി ഫോട്ടോസൊക്കെ എടുത്തിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അതിനു മുന്നേ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നോക്കുമ്പോഴാണ് ഈ ഇങ്ങനെ ഒരു വള്ളം കിടക്കുന്ന കാണുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു വഴിയും കൊടുത്തിട്ടുണ്ട്, നടക്കാനുള്ളൊരു പാത. അപ്പോൾ ആദ്യം നാഫിസ് പോയി നോക്കിയപ്പോഴാണ് പറഞ്ഞു അവിടെ ബെഞ്ച് കിടപ്പുണ്ട്, നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി ഇങ്ങനെ നടക്കുവാണ്. ഓരോ തവണ പോകുമ്പോഴും തെന്നി വീഴോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. മോളാണെങ്കിൽ ഹീൽസ് ആയിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ സ്പോട്ടിൽ എത്തി കഴിഞ്ഞു എന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നിൽക്കുമ്പോഴാണ് നാഫിസ് പറയുന്നത് ദേ വീണ്ടും അടുത്ത ഒരു വഴി കാണുന്നുണ്ട്, അതിനുള്ളിലേക്കൊന്ന് പോയാലോ എന്ന്. മുന്നോട്ട് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഉള്ളിൽ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും നല്ല ആസ്വദിച്ചായിരുന്നു ഞങ്ങളിത് നടന്നിട്ടുണ്ടായിരുന്നു. ഞാനും മക്കളും കൂടി ആയിരുന്നു നടന്നത്. എന്തായാലും മുന്നിലുള്ള വഴി സ്റ്റോപ്പ് ആകുമ്പോൾ നമുക്ക് തിരികെ നടന്നിങ്ങ് പോരാമല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല രീതിയിലൊരു സന്തോഷവും കിട്ടിയ നിമിഷങ്ങളായിരുന്നത്. ഒരു അഡ്വഞ്ചർ എന്നൊക്കെ പറയുന്ന ഒരു ഫീലായിരുന്നു ശരിക്കും പറഞ്ഞ ഞങ്ങൾക്ക്. നമ്മളവിടെ എത്തുമ്പോൾ മാത്രമായിരുന്നു ഞങ്ങൾക്ക് ആ മുന്നോട്ടുള്ള വഴി പിന്നീട് എന്താണെന്നുള്ളത് കണ്ടോണ്ടിരുന്നത്. അപ്പോഴേ ഇവിടെ എത്തിയപ്പോഴേക്കും ഫുള്ള് വെള്ളം. എങ്ങനെ ക്രോസ് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ ആ സൈഡിൽ കാണുന്ന വേരുകൾ പോലെ കാണുന്നില്ലേ, ആ ഭാഗത്തൂടെ ചവിട്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് സുഖമായിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ പാലത്തിലൂടെ ഞങ്ങൾ മുകളിൽ കയറി അവിടെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സൈഡിൽ ഒരു പലക കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അതുവഴി ഒന്ന് പോയിട്ട് ആ പലകയിലൂടെ കയറി ഒന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ വന്നിട്ടുള്ള കാസ്കേഡ് ഐലൻഡിന്റെ ബാക്ക് പോർഷനിലാണ് നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നീട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയത്. ഇവിടെ ഒരാൾ ഞങ്ങളോട് പിണങ്ങിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നടക്കുവാണ്. ഇവിടെ എത്തിയപ്പോഴേക്കും അച്ചായി ഞങ്ങളുടെ കൂടെ വന്നു. റെസ്റ്റോറൻറ്റ് ബാക്ക് സൈഡിലേക്കൂടെ ഇവിടെ വരായിരുന്നു. ഇതുവഴി പോകുന്നത് ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് തന്നെ കുറേ സമയം ഞങ്ങളിരുന്നു ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം ആസ്വദിച്ചിട്ടൊക്കെയായിരുന്നു ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫ്രണ്ടിലേക്ക് വന്നു. ഇവിടെ ഹട്ടിലിരിക്കണോ മേളിലിരിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുമ്പോഴാണ് ഫ്രണ്ടിലിരിക്കാനുള്ള സ്പേസ് ഉണ്ടെന്നുള്ളത് അറിയുന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് അങ്ങ് പോയിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഫുഡ് കൊണ്ടു തന്നു അവർ. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള മൊബൈൽ നമ്പറൊക്കെ തന്നിട്ട് അവർ പോയി. കൊഞ്ച്, കണവ, കക്കയിറച്ചി, അങ്ങനെ പല വെറൈറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. കായലും കാറ്റും കട്ടൻ ചായയും, ആഹാ അന്തസ്. എല്ലാം കഴിഞ്ഞത് ഇവിടെ രണ്ടും കൂടി ഇവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് സമയം കൂടി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ തിരികെ പോരാൻ വേണ്ടി ബാക്കിലുള്ള കടവിലേക്ക് പോയി. അപ്പോഴേക്കും അവിടെ ഒരു വള്ളം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ എൻ്റെ കൂടെ വന്നൊന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മോള് ഹാപ്പിയായി. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ സന്തോഷങ്ങൾ ലൈഫിലേക്ക് വന്നതിൻ്റെ ആ ഒരു നിർവൃതിയുമായിട്ട് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.